രാവിലെ കുളിച്ചതൊന്നുമില്ല. ഇപ്പോൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടേ ഉള്ളൂ. നമുക്കിന്ന് ചെമ്പരത്തി ജ്യൂസ് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ? ശരി, വാ വീഡിയോയിലുണ്ട്. കണ്ടോ, നല്ല ചെമ്പരത്തി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഈ ചെമ്പരത്തിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ചെമ്പരത്തി പിച്ചി റെഡിയാക്കിയിട്ട് കാണാം. ഓക്കെ, ഇത് കണ്ടോ, പൂമ്പൊടിയും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നല്ല പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നന്നായി കഴുകിയെടുത്ത് ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളക്കട്ടെ, നന്നായി തിളയ്ക്കണം. നമുക്ക് തിളച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ആറാൻ കുറച്ച് നേരം വച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ വേറൊരു ഗ്ലാസ്സിലോട്ട് ഇത് അരച്ച് ഒഴിക്കാം. അപ്പോൾ ഈ കളറാണ് ഇതിനകത്ത് വരുന്നത്. നല്ല കടും ചുവപ്പൊന്നും വരത്തില്ല, ഈ കളറായിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ പഞ്ചസാര ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ള ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങ എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒരു മുറി പകുതി ഒഴിച്ചാൽ മതി, എല്ലാം പിഴിഞ്ഞ് ഒഴിക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ പൊളിച്ച്. രാവിലെ വെറും വയറ്റിലേ ഈ ചെമ്പരത്തിപ്പൂ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, വയറിനും ഒക്കെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.